ഇന്ന് പുതിയൊരു ക്രാഫ്റ്റ് പരിപാടിയാണ്. ഇന്ന് നമുക്ക് വൈറ്റ് സിമെൻറ്റ് കൊണ്ട് ഒരു ചെറിയൊരു പ്ലാൻ പോട്ട് ഡെക്കോറൊക്കെ ഉണ്ടാക്കണമെന്ന് കുറേ നാൾ കൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യം. കുറേ വീഡിയോസൊക്കെ കണ്ടിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് ഒരു 1 കിലോയുടെ ഒരു വൈറ്റ് സിമെൻറ്റിൻ്റെ പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒരു 40 രൂപ അത്രയൊക്കെ ആയുള്ളൂ. എന്നിട്ട് ഞാൻ അതിനൊരു മോൾഡൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്ത പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ വെച്ചിട്ടൊരു മോൾഡ് പോലെ ഉണ്ടാക്കി ഞാനതൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചു. അത്യാവശ്യം വെള്ളം വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5-6 മണിക്കൂർ ഫിക്സിങ് ടൈമുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ വെച്ചു. ഒരു മോൾഡിനകത്തിൽ സ്റ്റാൻഡ് പോലെ നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലിൻ്റെ ക്യാപ്പുകൾ 3 എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അതെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനും ജാഫത്തും ജിഫ്രിയും കൂടെ അത് ഓപ്പൺ ചെയ്ത് എടുക്കുകയാണ്. അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് ഓപ്പൺ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു 2 പേർക്കും. ഈസി ആയിട്ടത് ഇളകിയൊക്കെ വന്നായിരുന്നു. ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ വേണ്ടാത്തതുകൊണ്ട് ഞാനത് ജസ്റ്റ് കട്ട് ചെയ്തെടുത്തു. അതിലകത്ത് വെച്ചിരുന്ന ബോട്ടിൽ വലിയ ഡാമേജ് ഒന്നും ഇല്ലാതെ നല്ല രസമുണ്ടായിരുന്നു, നല്ല ഫിനിഷിംഗ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എവിടെയും പൊട്ടിപ്പോയൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് അറ്റംപ്റ്റിൽ പൊട്ടിയൊക്കെ പോകുമായിരിക്കും എന്ന് ഓർത്തു. പക്ഷേ പൊട്ടിയൊന്നും പോയിട്ടില്ല. നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് കണ്ടിട്ട്. അവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുഞ്ഞു ചെടിയെ വെക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ വലിയ ചെടി. ഇതിന്റെ പേരെന്തോന്നറിയാവോ? ആ ചെടിയുടെ പേരെന്തോന്നറിയാവോ? എന്തുവാ? മണി പ്ലാന്റ്. മണി പ്ലാന്റ്. അത് സ്പൈഡർമാൻ അല്ലടാ, അത് പുഴു ഏതാണ്ട് കടിച്ചതാ. സ്പൈഡർമാൻ അല്ല, സ്പൈഡർ. ആണോ? സ്പൈഡറും വലയിടും. നമുക്ക് സ്പൈഡറിന് തിന്നാനുള്ള ഇരയെ പിടിക്കുന്ന ഇങ്ങനെ വലയിട്ടിട്ട. അങ്ങോട്ട് നോക്കി, ഇതുകൊണ്ട് സ്പൈഡറിന്റെ വല കണ്ട? ഇതാ സ്പൈഡറിന്റെ വല. അതവനോട് കഴിക്കാൻ പോവാ. ഇത് വെക്കാൻ പറ്റുമോ അമ്മേ? ഇങ്ങോട്ട് താഴോട്ട്. പിന്നെ ഞാൻ ആ പ്ലാൻ പോട്ടൊക്കെ അവരെ കൊണ്ട് കളർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവർക്ക് 2 പേർക്കും കളർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര റിലാക്സിങ് ആയിട്ട് അവർ കളർ ചെയ്യും. നല്ല ഫിനിഷിംഗ് ഉണ്ട്. കളറൊന്നും പുറത്ത് കളയാതൊക്കെ ചെയ്യാനൊക്കെ അറിയാം. നല്ലതായിട്ട് ബ്രഷ് പിടിക്കാനും ഒക്കെ നല്ല പ്രാക്ടീസ് ഉണ്ട്. അവർ പേപ്പറിലും ഒക്കെ നല്ലതായിട്ട് കളർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് കളർ കൊടുത്തു. എനിക്ക് ആക്ച്വലി ഈ റെഡും ഗ്രീനും കൊടുക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. വേറൊരു ഇതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അവർ 2 പേരും ഒരാൾക്ക് ഗ്രീനും വേണം, ഒരാൾക്ക് റെഡും വേണമെന്ന് പറയും. അപ്പോൾ ഞാൻ ഓർത്ത് അവരുടെ ഇഷ്ടത്തിന് തന്നെ കളർ ചെയ്തോട്ടെന്ന് ഓർത്തു. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റല്ലേ അവരുടെ ഇഷ്ടത്തിന് അങ്ങ് കൊടുത്തു. അപ്പോൾ അവർക്ക് അവർ 2 പേരും അത് 2 കളർ ചെയ്തു. ഒന്ന് സ്റ്റാൻഡായിട്ടാണ്, ഒന്ന് പോട്ടായിട്ടും എടുത്തേക്കുന്നത്. ഇപ്പം 2 പേരും രാവിലെ സമയമാണ്. ഒരാൾ ഹോംവർക്ക് എഴുതുന്നതിൻ്റെ ഇടയ്ക്കാണ് വന്ന് കളർ ചെയ്തേക്കുന്നത്. 2 പേരും കൊണ്ട് അത് കളറൊക്കെ ഫിക്സ് ചെയ്ത് പിന്നെ ഉണങ്ങാനൊക്കെ വെച്ചു. ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് നല്ല വർക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ അത് ചെറിയൊരു ബോട്ടിലെടുത്തിട്ട് അതിൽ വെള്ളമൊക്കെ നിറച്ച് ഞാൻ ഈ ചെടിയുടെ കട്ടിങ്സ് അതിനകത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേത് ഒരു പ്ലാൻ പോട്ടിൻ്റെ സ്റ്റാൻഡ് പോലെ വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഉള്ളതുകൊണ്ട് ഒരു സ്റ്റാൻഡായിട്ട് അത് വർക്ക് ചെയ്യും. നല്ല രസമുണ്ടായിട്ട് കാണാൻ. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു വർക്കാണ്. ഞാൻ ഒരുപാട് നാളുകൊണ്ട് ഇത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായി.